നമസ്കാരം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയപ്പോൾ അവിടെ ഉണ്ടായ അക്രമ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസികൾക്ക് നേരെ SFI, DYFI ക്രിമിനലുകൾ പരസ്യമായി കലാപം അഴിച്ചുവിട്ടിട്ടും അത് തടയാൻ കേരള പോലീസിന് കഴിഞ്ഞില്ല എന്നത് അതീവ ഗുരുതരമായ സുരക്ഷാ പാളിച്ച തന്നെയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോയ സാഹചര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് വലിയ വീഴ്ച പറ്റിയെന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഇഡി ഉദ്യോഗസ്ഥർ എത്തുന്ന വിവരം നേരത്തെ അറിയിച്ചില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നുണ്ടെങ്കിലും ഇതിന് പിന്നാലെ പുറത്തുവരുന്ന കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. ഈ ആക്രമണം മുൻകൂട്ടി ആസൂത്രിതമായി ചെയ്തതാണെന്നും അക്രമാസക്തമായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിലും പ്രതികളെ പിടികൂടുന്നതിലും കേരള പോലീസിന് ഗുരുതരമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നുമാണ് കേന്ദ്ര ഏജൻസി വ്യക്തമാക്കുന്നത്. 8 മണിക്കൂർ റെയ്ഡ് നടന്നിട്ടും സുരക്ഷയൊരുക്കാൻ കഴിയാത്ത പോലീസ് സംവിധാനത്തിന് പിന്നിൽ പഴയ പിണറായി ഭരണത്തിന്റെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴും പുകയുന്നുണ്ട്. കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം എന്താണെന്നറിയാമോ? അക്രമം നടക്കുമ്പോൾ മുൻ മന്ത്രി വി ശിവൻകുട്ടി, വി ജോയ്, DK മുരളി തുടങ്ങിയ പ്രമുഖ CPM നേതാക്കൾ കൃത്യമായ സ്ഥലത്തുണ്ടായിരുന്നു. എന്നിട്ടും പോലീസ് തയ്യാറാക്കിയ FIR-ൽ ഈ വമ്പൻ നേതാക്കളുടെ പേരുകൾ ഒരിടത്ത് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. 300ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് വരുത്തി തീർക്കുമ്പോഴും പ്രതികളായ നേതാക്കളെ പോലീസ് സുരക്ഷിതമായി ഒഴിവാക്കി. അതിലും വലിയ നാണക്കേട്, കേന്ദ്ര ഏജൻസികൾക്ക് നേരെ കല്ലെറിഞ്ഞ പ്രതികൾ നേരെ ഓടിക്കേറിയത് പാളയത്തെ CPM പാർട്ടി ഓഫീസിലേക്കാണ്. മണിക്കൂറുകളോളം ഈ പ്രതികൾ അവിടെ ഒളിച്ചിരുന്നിട്ടും അവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് ധൈര്യമുണ്ടായില്ലത്രേ. ഒടുവിൽ പ്രതികൾ സ്വമേധയാ പുറത്തു വന്നപ്പോഴാണ് പോലീസ് നാമമാത്രമായ നടപടിയെടുത്തത്. എന്തുകൊണ്ടാണ് പോലീസ് ഇങ്ങനെ നിഷ്ക്രിയരായത്? കാരണം മറ്റൊന്നുമല്ല, പോലീസ് തലപ്പത്ത് ഇപ്പോഴും ഇരിക്കുന്നത് പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും കടുത്ത വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ്. ഇവിടെയാണ് നമ്മൾ ADGP MR അജിത് കുമാറിനെ പറ്റി സംസാരിക്കേണ്ടത്. വിജിലൻസ് തലപ്പത്തിരിക്കുന്ന MR അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് എക്സൈസ് മന്ത്രി ലിജു ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം പിണറായി വിജയന്റെ ഒട്ടനവധി കള്ളക്കളികൾക്ക് കൂട്ടുനിന്ന ഇടതുപക്ഷത്തോട് കടുത്ത കൂറു പുലർത്തുന്ന ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. കഴിഞ്ഞ LDF ഭരണകാലത്ത് തൃശൂർ പൂരം കലക്കി വഴിവിട്ട സഹായം ചെയ്തതിൽ ഈ അജിത് കുമാറിന് നിർണായക പങ്കുണ്ടെന്ന് തെളിഞ്ഞതാണ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ച് തിരുത്തി എഴുതിയ ചരിത്രവും ഇദ്ദേഹത്തിനുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ നടത്തിയ ഇടപാടുകളിലും അജിത് കുമാറിന്റെ പേര് നിരന്തരം വിവാദങ്ങളിൽ ഉയർന്നു വന്നതാണ്. ഇങ്ങനെയുള്ള ഒരു വിവാദ നായകനെയാണ് UDF സർക്കാർ വന്നിട്ടും ADGP പദവിയിൽ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. UDF അധികാരം ഏറ്റെടുത്ത ഉടൻ തന്നെ IPS തലപ്പത്ത് വലിയൊരു അഴിച്ചുപണി നടത്തേണ്ടതായിരുന്നു. MR അജിത് കുമാറിനെ പോലെ പിണറായിയുടെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥർ ഉന്നത പദവികളിൽ തുടരുന്നത് കോൺഗ്രസിന്റെ സുഗമമായ ഭരണത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ്. സർക്കാരിന്റെ അതീവ രഹസ്യമായ കൂടിയാലോചനകളും വിവരങ്ങളും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ മേശപ്പുറത്തേക്ക് ചോർത്തപ്പെടാൻ ഈ ചാരന്മാർ വിചാരിച്ചാൽ നിമിഷങ്ങൾ മതി. ഭരണത്തിൽ നിരന്തരമായ പാളിച്ചകൾ വരുത്തിവെച്ച് ക്രമസമാധാനം തകർത്ത് കോൺഗ്രസ് ഭരണത്തെ ജനങ്ങൾക്ക് മുൻപിൽ മോശമായി ചിത്രീകരിക്കാൻ ഇവർ കൗശലപൂർവ്വം നീക്കങ്ങൾ നടത്തും. അതിന്റെ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം ED റെയ്ഡിനിടയിൽ CPM നേതാക്കളെ സംരക്ഷിക്കാൻ പോലീസ് കാണിച്ച അനാസ്ഥ. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ ഇനിയും വൈകരുത്, അവസരോചിതമായി ഇടപെടണം. അജിത് കുമാറിനെ പോലെയുള്ള ഉദ്യോഗസ്ഥരെ സിറ്റിംഗ് സീറ്റുകളിൽ നിന്നും അടിയന്തരമായി എടുത്ത് പുറത്തു കളയണം. UDF സർക്കാരിനെ സുഗമമായി ഭരിക്കണമെങ്കിൽ ഈ ഒരു പോലീസ് മാഫിയകളെ ആദ്യം പൂട്ടണം. ED റെയ്ഡിനിടയിൽ മുതിർന്ന CPM നേതാക്കൾ കല്ലെറിയാൻ നേതൃത്വം നൽകിയിട്ടും അവരെ FIR-ൽ നിന്നും ഒഴിവാക്കി കേരള പോലീസ് നടത്തിയ കള്ളക്കളിക്ക് പിന്നിൽ പിണറായിയുടെ വിശ്വസ്തനായ ADGP MR അജിത് കുമാറിന്റെ നിഴലുണ്ട്. തൃശൂർ പൂരം കലക്കലും പല അട്ടിമറികളും നടത്തിയ ഈ വിവാദ നായകനെ ഇനിയും ADGP കസേരയിൽ ഇരുത്തുന്നത് UDF സർക്കാരിന്റെ തന്നെ അന്ത്യം കുറിക്കാനുള്ള കാരണമായേക്കും.